ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവവചനം സംഖ്യയുടെ പുസ്തകത്തിനുള്ള വായന 23-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ബാലാമിൻ്റെ പ്രവചനങ്ങൾ. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, ഇവിടെ 7 ബലിപീഠങ്ങൾ എനിക്കായി പണിയുക, 7 കാളകളെയും 7 മുട്ടാടുകളെയും കൊണ്ടുവരിക. ബാലാം പറഞ്ഞതുപോലെ അവൻ ചെയ്തു. അവർ ഓരോ ബലിപീഠത്തിന്മേലും ഓരോ കാളയെയും മുട്ടനാടിനെയും ബലിയർപ്പിച്ചു. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, നിന്റെ ദഹനബലിയുടെ അടുത്ത് നിൽക്കുക, ഞാൻ പോകട്ടെ. കർത്താവ് എനിക്ക് പ്രത്യക്ഷനായേക്കാം. അവിടുന്ന് എനിക്ക് വെളിപ്പെടുത്തുന്നതെല്ലാം ഞാൻ നിന്നെ അറിയിക്കാം. ഇത് പറഞ്ഞതിന് ശേഷം അവൻ ഉയർന്ന ഒരു സ്ഥലത്തേക്ക് പോയി. ദൈവം ബാലാമിന് പ്രത്യക്ഷനായി. ബാലാം അവിടത്തോട് പറഞ്ഞു, ഞാൻ 7 ബലിപീഠങ്ങൾ തയ്യാറാക്കി, ഓരോന്നിലും ഓരോ കാളയെയും മുട്ടനാടിനെയും ബലിയർപ്പിച്ചു. കർത്താവ് ബാലാമിനോട് തൻ്റെ സന്ദേശം അറിയിച്ചുകൊണ്ട് കൽപ്പിച്ചു, ബാലാക്കിൻ്റെ അടുക്കിലേക്ക് മടങ്ങിച്ചെന്ന് പറയുക. ബാലാം ബാലാക്കിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ബാലാക്കും മോവാബിലെ പ്രഭുക്കന്മാരും ദഹനബലിയുടെ അരികിൽ നിൽക്കുകയായിരുന്നു. ബാലാം പ്രവചിച്ചു പറഞ്ഞു, ആരാമിൽ നിന്ന് ബാലാക്ക് എന്നെ കൊണ്ടുവന്നു. മോവാബ് രാജാവ് പൗരസ്ത്യഗിരികളിൽ നിന്ന് എന്നെ വരുത്തി. യാക്കോബിനെ എനിക്ക് വേണ്ടി ശപിക്കുക, ഇസ്രായേലിനെ ഭർഷിക്കുക. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? കർത്താവ് ഭർഷിക്കാത്തവനെ ഞാൻ എങ്ങനെ ഭർഷിക്കും? പാറക്കെട്ടുകളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, മലമുകളിൽ നിന്ന് ഞാൻ അവനെ നിരീക്ഷിക്കുന്നു. വേറിട്ട് പാർക്കുന്ന ഒരു ജനം, ജനതകളോട് ഇടകലരാത്ത ഒരു ജനം. യാക്കോബിൻ്റെ ധൂളിയെ എണ്ണാൻ ആർക്ക് കഴിയും? ഇസ്രായേലിൻ്റെ ജനസഞ്ചയത്തെ ആര് തിട്ടപ്പെടുത്തും? നീതിമാൻ്റെ മരണം ഞാൻ കൈവരിക്കട്ടെ, എൻ്റെ അന്ത്യം അവൻ്റേതുപോലെയാകട്ടെ. ബാലാക്ക് ബാലാമിനോട് ചോദിച്ചു, നീ എന്നോട് എന്താണ് ഈ ചെയ്തത്? എൻ്റെ ശത്രുക്കളെ ശപിക്കാൻ ഞാൻ നിന്നെ കൊണ്ടുവന്നു, എന്നാൽ നീ അവരെ അനുഗ്രഹിച്ചു. അവൻ പ്രതിവചിച്ചു, കർത്താവ് തോന്നിക്കുന്ന വചനം ഞാൻ സംസാരിക്കേണ്ടയോ? ബാലാക്ക് അവനോട് പറഞ്ഞു, എൻ്റെ കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് വരിക, അവിടെ നിന്ന് നിനക്ക് അവരെ കാണാം. ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെ മാത്രം കണ്ടാൽ മതി, എല്ലാവരെയും കാണേണ്ട. അവിടെ നിന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കുക. അവൻ ബാലാമിനെ സോഫിം വയലിൽ പിസ്ഗാ മലയിലേക്ക് കൊണ്ടുപോയി. അവിടെ 7 ബലിപീഠങ്ങൾ നിർമ്മിച്ചു. ഓരോന്നിലും ഓരോ കാളയെയും മുട്ടാടിനെയും ബലിയർപ്പിച്ചു. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, നിന്റെ ദഹനബലിയുടെ അരികിൽ നിൽക്കുക, ഞാൻ പോയി കർത്താവിനെ കാണട്ടെ. കർത്താവ് ബാലാമിന് പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ നാവിൽ വചനം നിക്ഷേപിച്ചു കൊണ്ട് പറഞ്ഞു, ബാലാക്കിൻ്റെ അടുത്ത് മടങ്ങിച്ചെന്ന് പറയുക. അവൻ വന്നപ്പോൾ ബാലാക്ക് മോവാബ് പ്രഭുക്കന്മാരോടൊത്ത് തൻ്റെ ദഹനബലിയുടെ അരികിൽ നിൽക്കുകയായിരുന്നു. ബാലാക്ക് അവനോട് ചോദിച്ചു, കർത്താവ് എന്താണ് അരുളി ചെയ്തത്? ബാലാം പ്രവചിച്ചു പറഞ്ഞു, ബാലാക്ക് ഉണർന്ന് ശ്രവിക്കുക, സിപ്പോറിൻ്റെ പുത്ര, ശ്രദ്ധിച്ചു കേൾക്കുക. വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുതപിക്കാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല. പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കുമോ? പറഞ്ഞത് നിറവേറ്റാതിരിക്കുമോ? ഇതാ, അനുഗ്രഹിക്കാൻ എനിക്ക് ആജ്ഞ ലഭിച്ചു. അവിടുന്ന് അനുഗ്രഹിച്ചു, അത് പിൻവലിക്കാൻ ഞാൻ ആളല്ല. യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല, ഇസ്രായേലിൽ ദുഷ്ടത ദർശിച്ചതുമില്ല. അവരുടെ ദൈവമായ കർത്താവ് അവരോട് കൂടിയുണ്ട്. രാജാവിൻ്റെ അട്ടഹാസം അവരുടെ ഇടയിൽ മുഴങ്ങുന്നു. ദൈവം ഈജിപ്തിൽ നിന്ന് അവരെ കൊണ്ടുവരുന്നു. കാട്ടുപോത്തിൻ്റേതിന് തുല്യമായ ബലം അവർക്കുണ്ട്. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. ദൈവം പ്രവർത്തിച്ചത് കാണുവിൻ എന്ന് യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണിത്. ഇതാ, ഒരു ജനം, സിംഹിയെപ്പോലെ അതുണരുന്നു, സിംഹത്തെപ്പോലെ അത് എഴുന്നേൽക്കുന്നു. ഇരയെ വിഴുങ്ങാതെ അത് കിടക്കുകയില്ല,
രക്തം കുടിക്കാതെ അടങ്ങുകയുമില്ല. ബാലാക്ക് ബാലാമിനോട് പറഞ്ഞു, നീ അവരെ ശപിക്കുകയും വേണ്ട, അനുഗ്രഹിക്കുകയും വേണ്ട. ബാലാം പറഞ്ഞു, കർത്താവ് കൽപ്പിക്കുന്നതെല്ലാം ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ബാലാക്ക് അവനോട് പറഞ്ഞു, വരുക, മറ്റൊരിടത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാം. അവിടെ നിന്ന് അവരെ ശപിക്കാൻ കർത്താവ് സമ്മതിച്ചേക്കും. യഷിമോനിൽ എതിരെയുള്ള പേയാർ മലമുകളിലേക്ക് ബാലാമിനെ അവൻ കൊണ്ടുപോയി. ബാലാം അവനോട് പറഞ്ഞു, ഇവിടെ എനിക്കായി 7 ബലിപീഠങ്ങൾ നിർമ്മിച്ച് 7 കാളയെയും 7 മുട്ടാടിനെയും കൊണ്ടുവരിക. ബാലാം പറഞ്ഞതുപോലെ അവൻ ചെയ്തു. ഓരോ ബലിപീഠത്തിന്മേലും ഓരോ കാളയെയും മുട്ടാടിനെയും ബലിയർപ്പിച്ചു. സംഖ്യയുടെ പുസ്തകത്തിനുള്ള വായന 24-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് കർത്താവിന് പ്രസാദകരമെന്ന് മനസ്സിലാക്കിയപ്പോൾ 3 അവസരങ്ങളിൽ ചെയ്തതുപോലെ ശകുനം നോക്കാൻ പോകാതെ ബാലാം മരുഭൂമിയിലേക്ക് മുഖം തിരിച്ചു നിന്നു. അവൻ കണ്ണുകൾ ഉയർത്തി ഗോത്രങ്ങൾ അനുസരിച്ച് ഇസ്രായേൽ പാളയമടിച്ചിരിക്കുന്നത് കണ്ടു. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിച്ചു. അവൻ പ്രവചിച്ചു പറഞ്ഞു, ബയോറിൻ്റെ മകൻ ബാലാമിൻ്റെ പ്രവചനം, ദർശനം ലഭിച്ചവൻ്റെ പ്രവചനം, ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചവൻ, സർവശക്തനിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ, തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പ്രവചിക്കുന്നു. യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ എത്ര മനോഹരം! ഇസ്രായേലേ, നിന്റെ പാളയങ്ങളും വിശാലമായ താഴ്വര പോലെയാണവ. നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെയും കർത്താവ് നട്ട കാരകിൻ നിര പോലെയും നീർച്ചാലിനരികെയുള്ള ദേവദാരു പോലെയും അവൻ്റെ ഭരണികളിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകും. വിത്തുകൾക്ക് സമൃദ്ധമായി ജലം ലഭിക്കും. അവൻ്റെ രാജാവ് അഗാഗിനേക്കാൾ ഉന്നതനായിരിക്കും. അവൻ്റെ രാജ്യം മഹത്വമണിയും. ദൈവം ഈജിപ്തിൽ നിന്ന് അവനെ കൊണ്ടുവന്നു. അവന് കാട്ടുപോത്തിൻ്റെ കരുത്തുണ്ട്. ശത്രുജനതകളെ അവൻ സംഹരിക്കും. അവരുടെ അസ്ഥികൾ അവൻ തകർക്കും. അവൻ്റെ അസ്ത്രങ്ങൾ അവരെ പിളർക്കും. സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും അവൻ പതുങ്ങിക്കിടക്കുന്നു. അവനെ ഉണർത്താൻ ആർക്കും ധൈര്യമുണ്ടാകും. നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതൻ, നിന്നെ ശപിക്കുന്നവൻ ശാപഗ്രസ്തൻ. ബാലാമിനെതിരെ ബാലാക്കിൻ്റെ കോപം ജ്വലിച്ചു. അവൻ കൈ കൂട്ടിയടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ശത്രുക്കളെ ശപിക്കാൻ ഞാൻ നിന്നെ കൊണ്ടുവന്നു. എന്നാൽ 3 പ്രാവശ്യവും നീ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതിനാൽ നിന്റെ ദേശത്തേക്ക് ഓടിക്കൊള്ളുക. വലിയ ബഹുമതികൾ നൽകാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ കർത്താവ് നിനക്ക് അത് നിഷേധിച്ചിരിക്കുന്നു. ബാലാം അവനോട് പറഞ്ഞു, നിന്റെ ദൂതന്മാരോട് ഞാൻ പറഞ്ഞില്ലേ? ബാലാക്ക് തൻ്റെ വീട് നിറയെ പൊന്നും വെള്ളിയും തന്നാൽ പോലും കർത്താവിൻ്റെ കൽപ്പനയ്ക്കപ്പുറം സ്വമേധയാ നന്മയോ തിന്മയോ ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നതെന്തോ അത് ഞാൻ പറയും എന്ന്. ഇതാ, എൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് ഞാൻ മടങ്ങുന്നു. ഭാവിയിൽ ഇസ്രായേൽ നിൻ്റെ ജനത്തോട് എന്തു ചെയ്യുമെന്ന് ഞാൻ അറിയിക്കാം. ബാലാം പ്രവചനം തുടർന്നു. ബയോറിൻ്റെ മകൻ ബാലാമിൻ്റെ പ്രവചനം, ദർശനം ലഭിച്ചവൻ്റെ പ്രവചനം, ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചവൻ, അത്യുന്നതൻ്റെ അറിവിൽ പങ്കുചേർന്നവൻ, സർവശക്തനിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ, തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പ്രവചിക്കുന്നു. ഞാൻ അവനെ കാണുന്നു, എന്നാൽ ഇപ്പോഴല്ല. ഞാൻ അവനെ ദർശിക്കുന്നു, എന്നാൽ അടുത്തല്ല. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. അത് മോവാബിൻ്റെ നെറ്റിത്തടം തകർക്കും, ഷേത്തിൻ്റെ പുത്രന്മാരെ സംഹരിക്കുകയും ചെയ്യും. ഏദോം അന്യാധീനമാകും. ശത്രുവായ സെയീറും ഇസ്രായേലോ സുദിനം മുന്നേറും. ഭരണം നടത്താനുള്ളവൻ യാക്കോബിൽ നിന്ന് വരും. പട്ടണങ്ങളിൽ അവശേഷിക്കുന്നവർ നശിപ്പിക്കപ്പെടും.
അവൻ അമലേക്കിനെ നോക്കി പ്രവചിച്ചു. അമലേക്ക് ജനതകളിൽ ഒന്നാമനായിരുന്നു, എന്നാൽ അവൻ്റെ അവസാനം അവൻ പൂർണ്ണമായി നശിക്കും. അവൻ കേന്യരെ നോക്കി പ്രവചിച്ചു. നിന്റെ വാസസ്ഥലം സുശക്തമാണ്, പാറയിൽ നീ കൂടുവച്ചിരിക്കുന്നു, എന്നാൽ നീ നശിച്ചു പോകും. അസൂർ നിന്നെ അടിമയായി കൊണ്ടുപോകും. ബാലാം പ്രവചനം തുടർന്നു. ദൈവം ഇത് ചെയ്യുമ്പോൾ ആര് ജീവനോടിരിക്കും? കിത്തിമിൽ നിന്ന് കപ്പലുകൾ പുറപ്പെടും, അസൂറിനെയും ഏബറിനെയും പീഡിപ്പിക്കും, എന്നാൽ അവനും നാശമടയും. ബാലാം സ്വദേശത്തേക്ക് മടങ്ങി. ബാലാക്ക് തൻ്റെ വഴിയും പോയി. പെയോറിലെ ബാൽ. ഷിത്തിമിൽ പാർക്കുമ്പോൾ മോവാബ്യ സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ തുടങ്ങി. അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു. അവർ അവരോട് ചേർന്ന് ഭക്ഷിക്കുകയും ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ പെയോറിലെ ബാലിന് സേവ ചെയ്തു. അവർക്കെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് മോശയോട് അരുളി ചെയ്തു, ജനത്തിൻ്റെ തലവന്മാരെ പിടിച്ച് കർത്താവിൻ്റെ മുമ്പാകെ പരസ്യമായി തൂക്കിലിടുക. കർത്താവിൻ്റെ ഉഗ്രകോപം ജനങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. മോശ ഇസ്രായേലിലെ ന്യായാധിപന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും പെയോറിലെ ബാലിൻ്റെ അടിമകളായി തീർന്ന നിങ്ങളുടെ ആളുകളെ വധിക്കുക. മോശയും സമാഗമ കൂടാരവാതിൽക്കൽ വിലപിച്ചു കൊണ്ടുനിന്ന ഇസ്രായേൽ ജനം മുഴുവനും കാണുകെ, ഒരു ഇസ്രായേൽക്കാരൻ തൻ്റെ വീട്ടിലേക്ക് ഒരു മിദ്യാൻ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നു. പുരോഹിതനായ അഹ്റോൻ്റെ പുത്രനായ എലയാസറിൻ്റെ പുത്രൻ ഫിനെഹാസ് ഇത് കണ്ട് എഴുന്നേറ്റ് ഒരു കുന്തമെടുത്തുകൊണ്ട് സമൂഹത്തിൽ നിന്ന് പുറത്തുപോയി. ആ ഇസ്രായേലിൻ്റെ പുറകെ അവൻ അകത്ത് ചെന്ന് അവരിരുവരുടെയും ഇസ്രായേലിൻ്റെയും സ്ത്രീയുടെയും ഉദരം തുളഞ്ഞു കടക്കും വിധം കുത്തി. അങ്ങനെ ഇസ്രായേൽ ജനത്തെ ബാധിച്ച മഹാമാരി നിലച്ചു. മഹാമാരി കൊണ്ട് മരണമടഞ്ഞവർ 24,000 പേരാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, പുരോഹിതനായ അഹ്റോൻ്റെ പുത്രനായ എലയാസറിൻ്റെ മകൻ ഫിനെഹാസ് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ എൻ്റെ തീക്ഷ്ണതയ്ക്കൊത്തവണ്ണം പ്രവർത്തിച്ച് എൻ്റെ ക്രോധം അവരിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. അതിനാൽ കോപം ജ്വലിച്ച് ഞാൻ അവരെ സംഹരിച്ചില്ല. ആകയാൽ അവനുമായി ഞാൻ സമാധാനത്തിൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു. അത് അവനും അവനു ശേഷം അവൻ്റെ സന്തതികൾക്കും നിത്യപൗരോഹിത്യത്തിൻ്റെ ഉടമ്പടിയായിരിക്കും. കാരണം അവൻ തൻ്റെ ദൈവത്തിനു വേണ്ടി തീക്ഷ്ണത കാണിക്കുകയും ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം അനുഷ്ഠിക്കുകയും ചെയ്തു. മിദ്യാൻകാരിയോടൊപ്പം വധിക്കപ്പെട്ട ഇസ്രായേലർ ശിമെയോൻ ഗോത്രത്തിൽപ്പെട്ട ഒരു കുടുംബത്തലവനായ സാലുവിൻ്റെ മകൻ സിമ്രിയാണ്. കൊല്ലപ്പെട്ട മിദ്യാൻകാരി മിദ്യാൻ വംശത്തിൽപ്പെട്ട ഒരു കുടുംബത്തലവനായ സൂറിൻ്റെ മകൾ കോസ്ബി ആകുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മിദ്യാന്യരെ ആക്രമിച്ച് നിശേഷം സംഹരിക്കുക. കാരണം പെയോറിൻ്റെ കാര്യത്തിലും പെയോർ നിമിത്തമുണ്ടായ മഹാമാരിയുടെ നാളിൽ വധിക്കപ്പെട്ട അവരുടെ സഹോദരിയും മിദ്യാൻ പ്രമാണിയുടെ മകളുമായ കോസ്ബിയുടെ കാര്യത്തിലും ചെയ്ത ചതിപ്രയോഗങ്ങളാൽ മിദ്യാൻകാർ നിങ്ങളെ വളരെയധികം ക്ലേശിപ്പിച്ചു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി.